1000 ദിവസമായി. ടു ബി പ്രിസൈസ് 1004 ദിവസവും 31,212 കിലോമീറ്ററും ഞാൻ എൻ്റെ എയ്തർ 450X Gen 3 കവർ ചെയ്ത്. ഈ വീഡിയോയിൽ ഈ 2.25 വർഷം എയ്തർ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു എക്സ്പീരിയൻസും ടോട്ടൽ കോസ്റ്റ് എത്രത്തോളം ചിലവ് വന്നു, സർവീസിന്, ടയർ ചേഞ്ച് ചെയ്യാൻ മൊത്തം ടോട്ടൽ എക്സ്പെൻസ് എത്ര വന്ന്, ഞാൻ ഈ വണ്ടി എടുക്കാൻ ആരോടെയും സജസ്റ്റ് ചെയ്യുമോ എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഡിസ്ക്ലെയിമർ എന്താ വെച്ചാൽ, ഞാൻ വളരെ മുന്നേ തന്നെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എയ്തർ. അവരുടെ ഇവൻറ്റ്സിന് പോവുക, അവരുടെ അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യുക. ആൻഡ് എൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റാർട്ടപ്പിൽ പെട്ടൊരു കമ്പനി കൂടിയായിരുന്നു എയ്തർ. സോ ദർ ഇസ് എ ചാൻസ് ടു ബി ഐ എം ബയാസ്ഡ്. എയ്തർ 450 Gen 3 ലോഞ്ച് ചെയ്ത് അന്ന് തന്നെ 2,500 രൂപ കൊടുത്ത് ഞാൻ ബുക്ക് ചെയ്ത്. വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബുക്ക് ചെയ്തപ്പോൾ, അത് റീഫണ്ടബിൾ എമൗണ്ട് ആയിരുന്നു. പിന്നെ വീട്ടിൽ എന്തായാലും സ്കൂട്ടറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 2, 2022 എനിക്ക് വണ്ടി കിട്ടിയത്. എയ്തർ 450 സീരീസ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടറാണ്. നമുക്ക് ഓടിച്ച് നോക്കുമ്പോഴോ യൂസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ചെയ്യും. അതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി, അതേപോലെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ വളരെ നല്ലതാണ്. പാനൽ ഗ്യാപ്സോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ അതിൻ്റെ ചേസൊക്കെ ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ്ലി അലൂമിനിയാണ്, കാസ്റ്റ് അലൂമിനിയം കൊണ്ടാണ് ഫുൾ ചേസ് ഉണ്ടാക്കുന്നത്. പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ട്. പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ എസ്പെഷ്യലി ആക്സിലറേഷൻ നെക്സ്റ്റ് ലെവലാണ്. 3.3 സെക്കൻഡ്സോ അങ്ങനെ എന്തോ ആണ് 0 to 40 ടൈം എടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്യാനോ സ്പീഡ് പെട്ടെന്ന് കൂട്ടാനോ അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ അടുത്ത് വെറുതെ വേറെ പെർഫോമൻസ് ബൈക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ ഫുൾ ത്രോട്ടിൽ എടുത്തെടുക്കും. ഇവർ പ്രതീക്ഷിക്കില്ല ആൾക്കാർ, എന്താ പറയുക, ഇലക്ട്രിക് സ്കൂട്ടർ ഇത്ര സ്പീഡ് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ ഓരും പിന്നെ കുറച്ച് മുന്നേ പോയിട്ട് നോക്കും ഇതെന്താ വണ്ടി എന്നൊക്കെ. ഫസ്റ്റൊക്കെ ആക്സിലേഷൻ ഭയങ്കര കൂടുതൽ വെച്ചാൽ നമ്മളിപ്പോൾ പെട്ടെന്നൊക്കെ ആക്സിലേറ്റ് കൊടുത്താൽ ബാക്കിലുള്ള ആൾ വീണ് വരെ പോവുക, അത്രയും പെർഫോമൻസ് ഉണ്ട്. ഇപ്പോഴും പല ആൾക്കാരും വിചാരിക്കുന്നത് എന്താ പറയുക, ഇലക്ട്രിക് വണ്ടി എന്ന് പറഞ്ഞാൽ പവർ ഉണ്ടാവില്ല, കയറ്റം കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ എയ്തർ 450Xൻ്റെ ഒക്കെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നത് നന്നാവും. എന്നിട്ട് അതിൻ്റെ ടോപ്പ് മോഡൽ, വാർക്ക് മോഡൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാൽ സംശയമൊക്കെ തീരും. ഏത് ഇലക്ട്രിക് വണ്ടി ഇഷ്ടപ്പെടാത്ത ആൾക്കാരും എന്താ പറയുക, ഈ പെർഫോമൻസിനായിട്ട് യൂസ് ടു ആയാൽ തിരിച്ച് എന്താ പറയുക ആക്റ്റീവ അല്ലെങ്കിൽ ഡിയോ അല്ലെങ്കിൽ വേറെ പെട്രോൾ പെർഫോമൻസ് സ്കൂട്ടർക്ക് തന്നെ പോകുമ്പോൾ തന്നെ നമുക്ക് ആ സ്പീഡ് കുറവ് അല്ലെങ്കിൽ ഒരു ആക്സിലറേഷൻ്റെ കുറവ് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ വീട്ടിൽ വേറെ ബൈക്ക് ഉണ്ടെങ്കിലും എല്ലാവരും എയ്തറുണ്ടെങ്കിൽ എയ്തർ എടുക്കുക. പെട്രോൾ അടിക്കണ്ട എന്നുള്ള കാരണം കൊണ്ട് മാത്രമല്ല, ഇത് ഓടിക്കാൻ പ്രത്യേക രസമാണ്, ഭയങ്കര അഡിക്റ്റീവാണ്. വൺസ് യൂസ് ടു ആയാൽ നമുക്ക് തിരിച്ചിപ്പോൾ സ്കൂട്ടർ എന്നല്ല, നമുക്ക് വേറെ കാർ ഓടിക്കുമ്പോഴും ഈ ഇലക്ട്രിക്കിൻ്റെ ആ ക്വിക്ക് ഫീൽ നമുക്ക് മിസ് ചെയ്യും. വീട്ടിലെല്ലാവർക്കും ഓടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ റൈഡ് മോഡ്സ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ വീട്ടിൽ ഞാനും ബ്രദറും എല്ലാവരും വാർക്ക് മോഡ് എന്ന് പറഞ്ഞാൽ ഇതിലത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സ്പോർട്ട് മോഡാണ്, അതിലാണ് യൂസ് ചെയ്യൽ. പക്ഷേ അതൊരു ബിഗിന്നർക്ക് ചിലപ്പോൾ അത് പെർഫോമൻസ് കൂടുതലേക്കാരും. അപ്പോൾ സിസ്റ്റർ അടുത്താണ് സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചത്. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ വേറെ മോഡിലിട്ട് റൈഡ് മോഡിലാണ് സിസ്റ്റർ ഓടിക്കുക. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇത്ര പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ ഇത്ര ആക്സിലറേഷൻ്റെ എത്ര ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ വീട്ടിലിപ്പോൾ പല ടൈപ്പ് ആൾക്കാരുണ്ടെങ്കിലും, ഇപ്പോൾ വലിയപ്പോൾ അങ്ങനെ പ്രായമുള്ള ഉണ്ടെങ്കിലും അവർക്കും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഭയങ്കര പെർഫോമൻസ് താല്പര്യമുള്ള ആൾക്കാർക്കും അങ്ങനത്തെവർക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഡിഫറെൻറ്റ് റൈഡ് മോഡ്സ് ഉള്ളതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് അതാണ്. പിന്നെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലും ഭയങ്കര അടിപൊളിയാണ്. ഇതിനെ ബൈക്ക് ഓഫ് സ്കൂട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതേപോലെ ബാറ്ററി പാക്ക് ഫ്ലോർ ബോർഡിൻ്റെ താഴെ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിറ്റ് താഴെയതുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴെ ആയതുകൊണ്ട് നമുക്ക് നല്ല ഹൈ സ്പീഡിലും ഭയങ്കര സ്റ്റെബിലിറ്റിയാണ്. അതേപോലെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലും ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ വെയിറ്റ് എടുത്ത് 50% വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിട്ട് ആണ് ചെയ്തിരുന്നത്. ഏതറിനെ ഡെവലപ്പ് ചെയ്ത സമയത്ത് തന്നെ ഒരു പെർഫോമൻസ് സ്കൂട്ടർ എന്നുള്ള നിലക്കാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലൊന്നും കംപ്ലയിൻറ്റ് പറയാൻ കഴിയില്ല. നമുക്കൊരു ബൈക്ക് ഓടിക്കണം അതുപോലെ തന്നെ ഫണ്ട് കിട്ടും. ഇതുവരെ ഇലക്ട്രിക് വെഹിക്കിൾസിന് എക്സ്പീരിയൻസ് ചെയ്ത ഫ്രണ്ട്സോട് ഞാൻ വെറുതെ ഫുൾ ത്രോട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയും. ആൻഡ് ഒരൊന്നും പ്രതീക്ഷിക്കില്ല അത് ഇത്ര പെട്ടെന്ന് എന്താ പറയുക, ഇത്ര ആക്സിലറേഷൻ ഉണ്ടോ, ഇത്ര പെർഫോമൻസ് ഉണ്ടോ എന്നുള്ള കാര്യം. അത് എന്നിട്ട് അതിൻ്റെ ശേഷം ഒരു റിയാക്ഷൻ രസമാണ്. പിന്നെ മെയിനായിട്ടുള്ളതാണ് ഒരുപാട് ടെക് ഫീച്ചേഴ്സ്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള എന്താ പറയുക, സ്റ്റാൻഡ് തട്ടില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല മുതൽ ഒരുപാട് സ്മാർട്ട് ഫീച്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡിൽ തന്നെ ഗൂഗിൾ മാപ്സ് ഉണ്ട്. ഇപ്പോൾ പല എന്താ പറയുക സ്കൂട്ടറുകളിലും മാപ്സൊക്കെ വന്നു തുടങ്ങി. പക്ഷേ പലരും ഗൂഗിൾ മാപ്സ് അല്ല യൂസ് ചെയ്യുന്നത്, മാപ്പ് മൈ ഇന്ത്യ അതുപോലത്തെ മാപ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ റൂറൽ ഏരിയയിൽ അത്ര ഡെവലപ്ഡ് അല്ല ആസ് ഓഫ് നോ. ഏതറിൽ ഗൂഗിൾ മാപ്സ് ഉണ്ട്, അതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ നമുക്ക് ഫോണിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ അയച്ചു തന്നാൽ ഫോണിൽ നിന്ന് നേരെ വണ്ടിക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വണ്ടിയിൽ നേരെ ലൊക്കേഷൻ വരും, അല്ലാതെ വണ്ടിയിൽ പോയിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഫീച്ചറൊക്കെ ഏതർ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈവൻ ടെസ്ല വരെ ആ ഫീച്ചറൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും, ഇപ്പോൾ ഒരാൾ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിൽ ആരാ ഫോൺ വിളിക്കണമെന്ന്. ഇപ്പോൾ നമ്മൾ ഫോൺ ക്വസ്റ്റ്യൻ ചെയ്യണം, സ്കൂട്ടറിനായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിടണം, അത് ഓട്ടോമാറ്റിക് കണക്ട് ആവും. പിന്നെ അതേപോലെ നമ്മൾ ഇയർഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂട്ടറിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആരാണ് ഫോൺ വിളിക്കുന്നത് കണ്ടാൽ നമുക്ക് സ്കൂട്ടറിൻ്റെ സ്വിച്ച് ഒക്കെ തന്നെ നമുക്ക് ഫോൺ കട്ട് ചെയ്യാനോ എടുക്കാനോ പറ്റും. അതേപോലെ ഇപ്പോൾ നമ്മൾ മ്യൂസിക്കോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റോ കേൾക്കണമെങ്കിൽ അത് നമുക്ക് സ്കൂട്ടറിൽ കാണാൻ പറ്റും എന്താണ് പ്ലേ ചെയ്യുന്നതെന്നും, അത് പോസ് ചെയ്യാനോ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്.
പിന്നെ നമുക്കുള്ളതാണ് ഫോണിൽ തന്നെ നമുക്ക് എയ്തറിൻ്റെ ആപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കാണാൻ പറ്റും. ഇപ്പോൾ വണ്ടിയിൽ എത്ര ചാർജ് ഉള്ളതെന്നോ നിയറസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ എവിടെയുള്ളതെന്നൊക്കെ നോക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ വണ്ടീൻ്റെ ലൊക്കേഷൻ, ഇപ്പോൾ വേറെ ആരെയും വണ്ടി എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ വണ്ടീൻ്റെ ലൊക്കേഷൻ നമുക്ക് നോക്കാൻ പറ്റും, വണ്ടി ഇപ്പോൾ എവിടെ ഉള്ളതെന്നൊക്കെ. ഫുള്ള് റൈഡിങ്ങിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഫോണിൽ കാണാൻ പറ്റും. ഇപ്പോൾ എത്ര സ്പീഡിലാണ് പോയതെന്നോ, എത്രയും ടോപ്പ് സ്പീഡ്, എത്ര എഫിഷ്യൻസിയാണ് ഉണ്ടായിരുന്നത്, റൂട്ട് എങ്ങനെയായിരുന്നു, അങ്ങനെ ഫുൾ എല്ലാ സ്റ്റാറ്റ്സും നമ്മളിപ്പോൾ ഈ മന്തിൽ എത്ര ഓടി, ഈ ഒരു മാസം നമ്മൾ എത്ര ഹോൺ അടിച്ചു വരുന്നതൊക്കെ മീൻസ് എത്രത്തോളം റെലവൻസ് ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ രസമാണ് വെറുതെ ഡാറ്റ നോക്കാൻ. പിന്നെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ആരെങ്കിലും മൂവ് ചാവി ഇല്ലാതെ അനക്കെ മൂവ് ചെയ്താൽ നമുക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും വണ്ടി മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള ലൈസൻസോ അല്ലെങ്കിൽ വണ്ടിൻ്റെ RC, ഇൻഷുറൻസ് ഒക്കെ നമുക്ക് വണ്ടി തന്നെ സേവ് ചെയ്തൊക്കെ പറ്റും. അത് നല്ല ഫീച്ചറാണ്. അതുപോലെ ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓഫ് ആവും, നമ്മൾ തിരിച്ചാക്കേണ്ട ആവശ്യമില്ല, ടൈമാണ് തോന്നുന്നത്. പിന്നെ വളരെ ഉപകാരമുള്ള ഫീച്ചറാണ് റിവേഴ്സ് മോഡ്. നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഫീച്ചറൊക്കെ നമ്മൾ പണ്ട് എന്താ പറയുക ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗോൾഡ് വിങ് പോലത്തെ ബൈക്കിലൊക്കെ പറയില്ല റിവേഴ്സ് ഉണ്ട് എന്നൊക്കെ. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിലൊക്കെ ഇപ്പോൾ ആൾമോസ്റ്റ് എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസിലും എന്തുണ്ടാവും, റിവേഴ്സൊക്കെ ഉണ്ട്. റിവേഴ്സൊക്കെ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് മറ്റേ സ്കൂട്ടർക്ക് പോകുമ്പോൾ ബാക്ക് തള്ളലൊക്കെ നമുക്കൊരു പഴയ നൂറ്റാണ്ടത്തെ വണ്ടി എടുത്ത പോലെയൊക്കെ തോന്നും. പിന്നെ ഒരു രസമുള്ള ഫീച്ചറാണ് പിങ് മൈ സ്കൂട്ടർ എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു മാളിലോ അല്ലെങ്കിൽ വലിയൊരു പാർക്കിങ്ങിലോട്ടൊക്കെ വണ്ടി നിർത്തിയിട്ട് വണ്ടി എവിടെ നിർത്തി ഓർമ്മയില്ലെങ്കിൽ ഫോണിൽ നമ്മൾ പിങ്ങുള്ള ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ വണ്ടി ഹോൺ അടിച്ച് ലൈറ്റ് അടിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അത് വണ്ടീൻ്റെ അടുത്ത് തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. നമുക്കിപ്പോൾ വളരെ ദൂരമാണെങ്കിൽ ബ്ലൂടൂത്ത് വഴിയില്ല, ഇൻ്റർനെറ്റ് വഴിയാണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് വെറുതെ പ്രാങ്ക് ചെയ്യാനോ, ഞാനിപ്പോൾ ചെന്നൈയിലാവുന്ന സമയത്തൊക്കെ വെറുതെ നിൽക്കും വീട്ടിൽ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചറാണ് ഫാൾ സേഫ്. നമ്മൾ സാധാരണ സ്കൂട്ടറൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് മറിയണ പോലെ, ബൈക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി ഓഫ് ആവും, സ്കൂട്ടർ മറിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓഫ് ആവില്ല. നമ്മൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ ഒക്കെ. സ്കൂട്ടർ മറിയുന്നു, ആരെങ്കിലും എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ആക്സിലേറ്റർ പിടിച്ച് പൊന്തിക്കുന്നു, ഫുള്ള് കറങ്ങിയിട്ട് ആകെപ്പാടെ പിന്നെയും പ്രശ്നമാണിത്. ഏതറിൽ വണ്ടി വീണ് കഴിഞ്ഞാൽ വണ്ടി തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ഓഫ് ആവും. അതേപോലെ സ്പീഡിൽ പോയിട്ട് ബ്രേക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറയുക, ബാക്കിലെ ലൈറ്റ് ജസ്റ്റ് ബ്രേക്ക് ലൈറ്റിനെ പകരം ബ്ലിങ്ക് ചെയ്തിട്ട് ബാക്ക് താളെ പെട്ടെന്ന് വാൺ ചെയ്യാൻ, അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞ ഫീച്ചേഴ്സും ഞാൻ വാങ്ങിയ സമയത്തില്ലായിരുന്നു. ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമ്മളിപ്പോൾ രാവിലെ വണ്ടീൻ്റെ അടുത്ത് പോകുമ്പോൾ എന്താ എഴുതിയുണ്ടാവും, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കംപ്ലീറ്റഡ് എഴുതിയുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടാവും. അതുപോലത്തെ വന്നൊരു ഫീച്ചറാണ് ഓട്ടോ ഹോൾഡ്. നമ്മളിപ്പോൾ കയറ്റത്തിലോ അല്ലെങ്കിൽ ഇറക്കത്തിലൊക്കെ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. മീൻസ് വണ്ടി നിർത്താണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു കയറ്റത്തിൽ ബ്ലോക്കിൽ സ്റ്റക്കാന്ന് വിചാരിക്കുക, വണ്ടി ബ്രേക്കൊന്നും പിടിച്ചില്ലെങ്കിലും വണ്ടി അവിടെ തന്നെ ഹോൾഡ് ചെയ്യും. അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ വന്നൊരു ഫീച്ചറാണ്. ഇപ്പോൾ മൊബൈലിലൊക്കെ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ വരുന്നേക്കാളും കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് വണ്ടികളിൽ തോന്നി. കാരണം വെച്ചാൽ മൊബൈലിലൊക്കെ മോസ്റ്റ്ലി ഇങ്ങനെ തീം ചേഞ്ച്, കളർ ചേഞ്ച്, അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ മെയിനായിട്ട് ഉണ്ടാവുക. ഇതിലിങ്ങനെ കുറേ ഫിസിക്കൽ ചേഞ്ചസ്, എന്താ പറയുക, ഇതേപോലെ ഓട്ടോ ഹോൾഡ് പോലത്തെ ഫീച്ചേഴ്സ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഇനി ഇലക്ട്രിക് വെഹിക്കിൾ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുക. 3.7 kWh ആണ് ടോട്ടൽ ബാറ്ററി. പക്ഷേ 3.24 ആണ് യൂസബിൾ ബാറ്ററി ഉള്ളത്. അങ്ങനെ ഗ്യാപ്പ് വെക്കാനുള്ള കാരണം വെച്ചാൽ നമ്മളെ എന്താ പറയുക ബാറ്ററിൻ്റെ സേഫ്റ്റിക്കും കൂടിയാണ് ആക്ച്വലി. ഡീപ്പ് ഡിസ്ചാർജായി പോകാനോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ 100% എന്ന് കാണുന്നുണ്ടെങ്കിലും അത് ആക്ച്വൽ 100% ആവില്ല. അത് കുറച്ചൊരു മുകളിൽ വെക്കും. മീൻസ് ബാറ്ററി ഹെൽത്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏകദേശം 5+ hours ആണ് 0 to 100% ഫുൾ ചാർജ് ആവാൻ എടുക്കുക. പക്ഷേ നമുക്ക് 0 to full % നമ്മളങ്ങനെ ചെയ്യില്ല. ഒരു മണിക്കൂറിൽ നമുക്ക് എന്താ പറയുക ഒരു 20% എന്ന് പറയാം, 20 km പോകാനുള്ള റേഞ്ച്. അതിന് ഫാസ്റ്റ് ചാർജിങ്ങിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് എടുക്കില്ല 20% അല്ലെങ്കിൽ 20 km പോകാനുള്ള റേഞ്ച് ആവാൻ ഒരു 13-14 മിനിറ്റ് കൊണ്ട് 20 km പോകാനുള്ള റേഞ്ച് കിട്ടും. ആൻഡ് ഫാസ്റ്റ് ചാർജിങ് കുറച്ചുകൂടി ഫാസ്റ്റാണ്. ഇത് എന്താ പറയുക 20 km പോകാനുള്ള 15 അല്ലെങ്കിൽ 14-13 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി മോർ ഫാസ്റ്റർ. വേറെ ഇൻട്രസ്റ്റിംഗ് സംഭവം വെച്ചാൽ ഞാൻ വണ്ടി വാങ്ങിയപ്പോൾ ഏതറിൻ്റെ ട്രൂ റേഞ്ച് എന്നാണ് ഏതർ അഡ്വർടൈസ് ചെയ്ത്, മീൻസ് നമ്മളെ സ്ക്രീനിൽ കാണിക്കുന്ന സ്പീഡ്. മറ്റേ എന്താ പറയുക IDC റേഞ്ച് 148 അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഏതർ അന്നൊന്നും അങ്ങനെ ആ നമ്പർ എടുത്ത് അഡ്വർടൈസ് ചെയ്യില്ലായിരുന്നു. ട്രൂ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ടായിരുന്നു, 105 ആയിരുന്നു ഞാൻ വാങ്ങിയപ്പോൾ. അത് നമ്മൾ എങ്ങനെ ഓടിച്ചാലും കിട്ടും. നമ്മളിപ്പോൾ ഏത് മോഡലാണ് ഇട്ടത് ആ മോഡൽ എത്രയാണോ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് അറ്റ്ലീസ്റ്റ് അത് കിട്ടിയിരിക്കും. ഏതർ ഭയങ്കര റിലയബിൾ ആയിരുന്നു ഒരു റേഞ്ച് പ്രഡിക്ഷൻ. ഞാൻ വാങ്ങിയപ്പോൾ അത് 105 km എന്നായിരുന്നു കാണിച്ചിരുന്നത്. അതിന് ശേഷം ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്ന് അതിൽ കോസ്റ്റിംഗ് റീജിയൻ എന്നുള്ള ഫീച്ചർ വന്നു. എന്താ വെച്ചാൽ നമ്മൾ ആക്സിലേറ്റർ വിട്ട് കഴിഞ്ഞാൽ ഉരുണ്ട് പോകുന്ന സമയത്ത് ബാറ്ററി റീചാർജ് ആവും, ബാറ്ററിക്ക് ആ എനർജി റീചാർജ് ചെയ്യും. സ്കൂട്ടേഴ്സിൽ ഇപ്പോൾ ഇതറിലൊന്നും അത്ര ഒരുപാട് എഫക്റ്റ് ഇല്ല. ഇപ്പോൾ ഇലക്ട്രിക് കാറിലൊക്കെ ഇപ്പോൾ വയനാട് ചുരമൊക്കെ ഒരു ഇലക്ട്രിക് കാറിൽ താഴെ ഇറങ്ങുമ്പോഴത്തേന് ഒരു മീനിങ് ഫുൾ എമൗണ്ട് ഓഫ് എനർജി തിരിച്ച് കയറിയിട്ടുണ്ടാവും. ഈ കോസ്റ്റിംഗ് റീജിയനും അതേപോലെ സ്മാർട്ട് ടെക്കോ എന്ന് പറയുന്ന മോഡും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ വന്ന് അതിന് ശേഷം ഇപ്പോൾ കാണിക്കുന്ന റേഞ്ച് 110 പിന്നെ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ് ഏറ്റവും റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് എക്കോ മോഡിൽ പോകും. പക്ഷേ
റേഞ്ച് കിട്ടാൻ ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് ഏറ്റവും ടോപ്പ് മോഡൽ തന്നെ, ഏറ്റവും പെർഫോമൻസ് കൂടിയ മോഡൽ തന്നെ പോവുക. പക്ഷേ നമ്മൾ എന്താ പറയുക, ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡ്രൈവ് ചെയ്യാതെ ഇപ്പോൾ 50 or 60 അങ്ങനെ ഒരു ക്രൂസ് ചെയ്ത് പോകുക ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് മോഡൽ പോയാലും റേഞ്ച് കിട്ടും. ഇപ്പോൾ എൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ടോപ്പ് മോഡലാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടാമെന്ന് കൊടുത്തിട്ടുണ്ടാവുക. റേഞ്ച് കിട്ടാൻ ചെയ്യേണ്ട പ്രൈമറി കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പെട്ടെന്നുള്ള ആക്സലറേഷൻ ഒഴിവാക്കുക, അതേപോലെ ബ്രേക്കിങ്ങും നമ്മൾ എന്താ പറയുക കുറക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദൂരെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട ബാക്ക് പോയി ബ്രേക്ക് അടിക്കണമെങ്കിൽ പോയാലും ഇവിടെ തന്നെ ആക്സിലേറ്റർ വിട്ടാൽ ഇപ്പോൾ കോസ്റ്റിംഗ് റീജിയനുണ്ട്, അതുകൊണ്ടൊക്കെ തിരിച്ച് ബാറ്ററിക്ക് ചാർജ് ആവും ചെയ്യും, എന്താ പറയുക അവിടെ എത്തുമ്പോൾ തന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ പെട്ടെന്നുള്ള ആക്സിലേഷൻ കുറക്കുക, അതേപോലെ അനാവശ്യമായ ബ്രേക്കിംഗ് കുറച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് സർവീസിനും ഉണ്ടായപ്പോൾ 30,000 കിലോമീറ്ററിന് സർവീസിനും ഉണ്ടായപ്പോൾ ഞാൻ സർവീസ് സെൻ്ററിൽ എന്ത് ചെയ്ത് ബാറ്ററിൻ്റെ ഡീഗ്രേഡേഷൻ ചെക്ക് ചെയ്ത്. ഇപ്പോൾ 30,000 കിലോമീറ്ററിൽ ബാറ്ററി ഹെൽത്ത് 100% 97% ആയിക്കണം, 3% ഡീഗ്രേഡ് ചെയ്തിന്. അപ്പോൾ ഓരോ 10,000 കിലോമീറ്ററിനും 1% എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ കുറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 80% ആവാൻ 2 ലക്ഷം കിലോമീറ്റർ ആവണം. അപ്പോൾ ആൾക്കാർ പറയുന്ന പോലെ ഡീഗ്രേഡേഷൻ്റെ പ്രശ്നം എന്താ പറയുക, അത്ര ഒരുപാട് ഡീഗ്രേഡേഷൻ ഒന്നും സംഭവിക്കണില്ല. നമുക്ക് ഇനിയിപ്പോൾ ഇനി വരുന്ന ഓരോ 10,000 കിലോമീറ്ററും 2% കുറയാണെങ്കിൽ തന്നെ ഇനിയും ഈസി ആയിട്ട് എന്താ പറയുക 1,00,000 കിലോമീറ്റർ ഓടാൻ കഴിയും. ഞാൻ വണ്ടി വാങ്ങിയ സമയത്ത് ഏതറിൻ്റെ ഹോം ചാർജറാണ് സെലക്ട് ചെയ്തത്, പോർട്ടബിൾ അല്ല. ആ സമയത്ത് ഒരു ഏതർ ഡോട്ട് എന്ന് പറഞ്ഞ ചാർജർ പ്രൊവൈഡ് ഉണ്ടായിരുന്നു, അതാണ് സെലക്ട് ചെയ്തത്. അത് പോർട്ടബിളായിട്ട് നമുക്ക് ഡിക്ലേറ്റ് കൊണ്ടുപോകാനും പറ്റും, പക്ഷേ കൺവീനിയൻ്റ് ആണ്. അത് തന്നെ ഒരു ഹോൾഡറും ഒക്കെ ഉണ്ട്. ആൻഡ് എനിക്ക് ആൾമോസ്റ്റ് സെർട്ടൺ ആയിരുന്നു, എന്താ പറയുക, ഞാൻ ഈ ചാർജർ പിടിച്ച് കുറേ കറങ്ങി നടക്കുന്നുണ്ടാവില്ല. ഒരുപാട് ഞാൻ കറങ്ങാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ചാർജിങ് സ്റ്റേഷനും അങ്ങനെയൊക്കെ വരും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഓരോ 1-2 മാസത്തിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും കോഴിക്കോട് പോകും. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ടോട്ടൽ ട്രിപ്പ് ഈസിലി 100ൻ്റെ അധികമാവും. അതേപോലെ ഞാൻ കൊച്ചിയിൽ 2 പ്രാവശ്യം പോയിന്. കൊച്ചിക്ക് ഇവിടുന്ന് ഏകദേശം 160 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട്. ഈ യാത്രകളിലൊന്നും ഞാൻ എന്താ പറയുക എൻ്റെ ചാർജർ കൂടെ എടുത്തിട്ടില്ല, ഫുൾ ഏതർ ഗ്രിഡ് മാത്രം ആണ് യൂസ് ചെയ്തിരുന്നത്. ആൻഡ് ഞാൻ പോയത് ഏകദേശം കൊച്ചിയിലൊക്കെ പോയത് ഏകദേശം 1.5 വർഷമൊക്കെ മുന്നെയാണ്. ആ സമയത്തൊക്കെ ഇപ്പോൾ അത്ര ഏതർ ഗ്രിഡ് ചാർജിങ് പോയിന്റ്സ് ഇല്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു പ്ലാനിങ് ഉണ്ടാവണം. എന്നാലും ആ സമയത്തൊക്കെ എന്താ പറയുക 160 കിലോമീറ്റർ കവർ ചെയ്ത് മലപ്പുറത്തുനിന്ന് കൊച്ചി വരെയൊക്കെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റിലേറ്റീവ്ലി ഈസിയാണ്. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ, അല്ലെങ്കിൽ ഈവൻ വയനാട്ടിലേക്കും ഏതർ ഗ്രിഡ് മാത്രം റിലേ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. കോയമ്പത്തൂർ ഒക്കെ പോകാൻ പറ്റും തോന്നുന്നു. മീൻസ് ഏതർ ഗ്രിഡ് ഒരുപാടുണ്ട്. നമുക്ക് ചാർജിങ് സ്റ്റേഷൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആൻഡ് നിങ്ങൾ വണ്ടി വാങ്ങുമ്പോൾ നിങ്ങളെ ഏരിയയിലും ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതും നല്ലതാണ്. വേറെ ഏതറിനെ പറ്റി വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം വെച്ചാൽ ഏതറിൻ്റെ കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ ടെലഗ്രാമിലും ഏതർ ഫോറംസിലൊക്കെ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഏതറിൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആവും ഏതറിന് എന്താ പറയുക കൂടുതൽ സെയിൽസിനായി കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ എന്താ പറയുക സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾ ആ ഫോറംസിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ നീ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പെട്ടെന്ന് ഉടനടി റിപ്ലൈ തരും. എന്തെങ്കിലും എന്താ പറയുക പാർട്സിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ എന്ത് ചോദിച്ചാലും അത് ഏതറിൻ്റെ വളരെ പോസിറ്റീവായുള്ള കാര്യമാണ്. ഇനി നമുക്ക് പ്രശ്നങ്ങളോട് സംസാരിക്കാം. എൻ്റെ സ്പെസിഫിക് വെഹിക്കിളിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ പറയുക ഫ്രണ്ട് ടയറിൻ്റെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ചെത്തിപ്പോവുക. അങ്ങനെ ചെത്തിപ്പോയതുകൊണ്ട് തന്നെ എന്താ പറയുക ഹാൻഡിലിൽ അതൊരു പ്രഷർ വരാൻ തുടങ്ങി ഒരു സൈഡിലേക്ക്. അതേപോലെ സ്പീഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൈ വിട്ട് നോക്കിയാൽ ഹാൻഡിൽ ഷെയ്ക്ക് ചെയ്യാനും തുടങ്ങി. കുറേ ആൾക്കാർ പറഞ്ഞ് അത് ഫസ്റ്റത്തെ ടയറിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് അത് മാറ്റിയാൽ ശരിയാവെന്ന് പറഞ്ഞ് ആ ടയർ ഞാൻ റീസെൻ്റ്ലി മാറ്റി പുതിയ ടയർ ഇട്ടപ്പോൾ കുറേ മാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോഴും പോയില്ല. അപ്പോൾ ഞാൻ സർവീസ് സെൻറ്ററിൽ ചോദിച്ച്, അപ്പോൾ അവർ പറഞ്ഞ് എന്താ പറയുക ഫോർക്കിനൊരു ബെൻഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനൊരു ചെറിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു പണ്ട്, ഫ്രണ്ട് ടയറിനെ അടിച്ചിട്ട്. ചിലപ്പോൾ അതുകൊണ്ടാവാം. പക്ഷേ ഏതറിൻ്റെ എന്താ പറയുക നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലും ഗ്രൂപ്പിലൊക്കെ നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നം കോമൺ ആണ്. എന്താ കോൺസെപ്റ്റിന് പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ ഹാൻഡിലിന് എന്താ പറയുക ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ എന്തോ കോൺസെപ്റ്റ് ഒരുപാട് ആൾക്കാർക്ക് മാറ്റേണ്ടതായി വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രീമിയം സ്കൂട്ടറാണ്. ഞാൻ ഒരു പ്രാവശ്യം ഒരു മൈനർ ആക്സിഡൻ്റ് ആയി. മൈനർ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു സ്കൂട്ടറിന് ചെറുതായിട്ട് ഇടിച്ചിട്ട് വണ്ടിയുടെ സൈഡിലേക്ക് വീണ്. മുറിവോ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് വീണിട്ടുള്ളൂ. വണ്ടിക്കും കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അതർ ദാൻ എന്താ പറയുക റൈറ്റ് സൈഡിലുള്ള എല്ലാ പാനലിലും ചെറിയ സ്ക്രാച്ച് വന്നു. ഇപ്പോൾ ബാക്കിലത്തെ ഹാൻഡിൽ ചെറിയ സ്ക്രാച്ച്, അതേപോലെ സൈഡത്തെ പാനലിൽ സ്ക്രാച്ച്, എല്ലാ പാനലിലും ചെറിയ സ്ക്രാച്ച്. ആൻഡ് എനിക്ക് മനസ്സിലായി ബോഡി പാനൽ നല്ല സ്ട്രോങ് ആണെന്നുള്ളത്. ആ സ്ക്രാച്ച് വന്ന് അപ്പോൾ ഞാൻ സർവീസിന് കൊണ്ടുപോയി കൊടുത്തു. ഇൻഷുറൻസ് ഉള്ള സമയമായിരുന്നു അത്. അപ്പോൾ ആ റൈറ്റ് സൈഡ് മൊത്തം മാറ്റി. ഇപ്പോൾ ബ്രേക്ക് ലിവറും മിററും എന്താ പറയുക ഒരു റൈറ്റ് സൈഡത്തെ എല്ലാ പാനൽസും ആൻഡ് ഈവൻ ഫ്ലോർ ബോർഡ് അടക്കം അവർ മാറ്റി.
അതിന് മൊത്തത്തിൽ ഏകദേശം 16,000 16,000 രൂപ ബില്ല് വന്നു. അപ്പോൾ ഞാൻ ബില്ലിൽ നോക്കുമ്പോൾ ഈ പാനൽസും സംഭവങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് നമ്മളിപ്പോൾ റിപ്പയർ ചെയ്യുന്ന ആവശ്യം വന്നാൽ അത് ശ്രദ്ധിക്കണം. പിന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ സൗണ്ടിന് നെഗറ്റീവ് എന്ന് മാത്രം പറയാനില്ല. നമ്മളിപ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഹൈവേയിലൊക്കെ സ്പീഡിലൊക്കെ ഓടിക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ട് രസമാണ്, ആ ഒരു മൂളക്കം ചില സമയത്ത് രസമാണ്. പക്ഷേ ചില സമയത്ത് എസ്പെഷ്യലി മഴയുള്ള സമയത്തൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ബെൽറ്റാണുള്ളത്, ആ ബെൽറ്റിൽ ചളി പിടിച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു പ്രത്യേക സൗണ്ട് കൂടും. അത് മെല്ലെ പോകുമ്പോൾ തന്നെ ഒരു സുഖമില്ലാത്തൊരു മൂളൽ ഭയങ്കരമായിട്ട് വരും. ഇപ്പോൾ നമ്മൾ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സൗണ്ട് ഇല്ലാതെ അങ്ങാടി അല്ലാത്ത സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ഭയങ്കര നോട്ടീസബിൾ സൗണ്ടുകളാണ്. ഫസ്റ്റൊക്കെ ആൾക്കാർ നമ്മളൊരു ചെറിയ അങ്ങാടി കൂടെ പോകുമ്പോൾ ഏതൊരുത്ര കോമൺ ആണെങ്കിൽ മുന്നേ തന്നെ ഈ വണ്ടി വരുമ്പോൾ എല്ലാവർക്കും നോക്കും ഭയങ്കര എന്ന് പറഞ്ഞ സൗണ്ടായിട്ട്. ഇപ്പോൾ ഒരു കവറൊക്കെ വെച്ചിട്ട് ബെൽറ്റ് ഹിഡൻ ആണ്. ഇപ്പോൾ സൗണ്ട് ഇപ്പോഴത്തെ വെർഷനിൽ സൗണ്ട് കുറവുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഏതറിൽ വരുന്ന പ്രശ്നമാണ് ഏതറിൻ്റെ സീറ്റ് കുറച്ച് സ്ലോപ്പി ആയിട്ടാണ് സീറ്റ് ഉണ്ടായിരുന്നത്. ഹൈറ്റില്ലാത്ത റൈഡേഴ്സിനും സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈറ്റുള്ള ആൾക്കാർക്ക് എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ കുറച്ച് ബാക്കൊക്കെ കയറി ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ സ്ലൈഡ് ഇങ്ങനെ ചെരിവായതുകൊണ്ട് ഇനി കയറി ഇരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, തൈ സപ്പോർട്ട് കിട്ടില്ല. അപ്പോൾ ഒരുപാട് സമയമൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ വാങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞുകൊണ്ട് തന്നെ അതിലൊരു അപ്ഡേറ്റ് കൊടുത്തിട്ട് പുതിയ സീറ്റാണ് ഇപ്പോൾ വരുന്ന വണ്ടികൾക്കുള്ളത്. ഞാനതങ്ങനെ ഒരുപാട് ഓടിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ അത് കംഫർട്ടബിൾ ആണോ അല്ലെന്ന് എനിക്കറിയില്ല. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ടുള്ള റേഞ്ചിൻ്റെ കൺസേൺ എനിക്ക് അത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. മോസ്റ്റ്ലി 100 കിലോമീറ്ററിലധികം റൗണ്ട് ട്രിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 90 കിലോമീറ്ററിലധികം റൗണ്ട് ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കോഴിക്കോട് 50 എന്ന് പറയില്ലേ, അപ്പോൾ 50 കിലോമീറ്റർ പോയിട്ട് അവിടുന്ന് പിന്നെ നമുക്ക് കറങ്ങണം അല്ലെങ്കിൽ നമ്മൾ ആദ്യം പ്ലാൻ ഉണ്ടാവുമല്ലോ എത്രയെന്ന്, അപ്പോൾ നമുക്ക് ചാർജിങ്ങിന് പ്ലാൻ ഉണ്ടാവും. അതിലല്ലാതെ ഇപ്പോൾ നമുക്ക് വേറെ ആരെയും വിളിച്ചിട്ട് അമ്പടിയും കൂടി വാ അല്ലെങ്കിൽ ഇവിടെയും കൂടി വാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി നമുക്ക് ടോട്ടൽ ഓണർഷിപ്പ് കോസ്റ്റിനെ പറ്റി പറയാം. ബ്രേക്കും ടയറും സർവീസും ടോട്ടൽ കോസ്റ്റ്. ഫ്രണ്ട് ബ്രേക്ക് പാഡ് ഞാൻ 17,000 കിലോമീറ്ററിൽ മാറ്റി. ബാക്ക് ബ്രേക്ക് പാഡ് 25,000 കിലോമീറ്ററിൽ മാറ്റി. അതേപോലെ ബാക്ക് ടയർ 2 പ്രാവശ്യം ചേഞ്ച് ചെയ്ത്. ഫസ്റ്റ് വണ്ടീൻ്റെ കൂടെ വന്ന MRFൻ്റെ ടയർ 12,000 കിലോമീറ്ററിൽ മാറ്റി. അതിന് ശേഷം TVSൻ്റെ ഒരു ടയർ ഇട്ട് അതിനൊരു 11,000 കിലോമീറ്റർ ലൈഫ് കിട്ടി. ആൻഡ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു മിഷലിൻ്റെ ടയറാണ്. ആൻഡ് ഫ്രണ്ട് ടയർ ആകെ ഒരു പ്രാവശ്യം മാറ്റിയത്. അത് 30,000 29,000 ആ റേഞ്ചിലാണ് മാറ്റിയത്. ഒരുപാട് ആൾക്കാർക്ക് ബ്രേക്കിന് ഇത്ര ലൈഫ് കിട്ടലില്ല, അല്ലെങ്കിൽ ടയറിനും ഇതൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ് നമ്മളെ റൈഡിങ് സ്റ്റൈൽ അനുസരിച്ച്. ഞാൻ ബ്രേക്കിൻ്റെ ഉപയോഗം കുറവാണ് മോസ്റ്റ്ലി റീജിയനും അങ്ങനെയൊക്കെ ആയിട്ട്. അതേപോലെ എൻ്റെ ബ്രദറും എന്നെക്കാളും എഫിഷ്യൻറ്റ് റൈഡറാണ്. 30,000 കിലോമീറ്ററിൽ ടോട്ടൽ 6 സർവീസാണ് ചെയ്തത്. ഓരോ സർവീസും 5,000 കിലോമീറ്ററിലാണ്. ഒരു സർവീസിന് ഏകദേശം 700 രൂപ ആണ് വരിക, സർവീസിൻ്റെ മാത്രം കോസ്റ്റ്. പിന്നെ ബ്രേക്ക് ചേഞ്ചിന് ബാക്ക് ബ്രേക്ക് ചേഞ്ച് ചെയ്യാൻ ഏകദേശം ഒരു 300 രൂപ ആ റേഞ്ചിലാണ് ആയത്. ഫ്രണ്ട് ബ്രേക്ക് ചേഞ്ച് ചെയ്യാൻ ഏകദേശം 700 രൂപേൻ്റെ അടുത്തായി അന്ന്. ഇപ്പോൾ ഒരു പ്രൈസിങ് എന്താ പറയുക, ഒരുപാട് ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യലായിരുന്നു ഇതിൻ്റെ ബ്രേക്കിൻ്റെ പ്രൈസ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു ആ പ്രൈസിങ്ങിലൊക്കെ കുറേ ചേഞ്ചൊക്കെ വരുത്തുന്നത് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എന്താ വെച്ചാൽ ആഡ് ചെയ്യാം. ആൻഡ് ടയറിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ബാക്ക് ടയറിനും 1,600 മീൻസ് 1,400 തൊട്ടിട്ട് 1,800 വരെ ഡിപ്പെൻഡ്സ് ഓൺ ദ ടയർ യു ടേക്ക്. ഇതുവരെ ഞാൻ ബെൽറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബെൽറ്റാണുള്ളത്. അതിന് പല ആൾക്കാർക്കും 30,000 ലൈഫ് പറയൽ അത് ചേഞ്ച് ചെയ്യാനുള്ള അത് എനിക്കിതുവരെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഇപ്പോൾ ടോട്ടൽ ഓടിച്ച് 31,212 കിലോമീറ്റർ കവർ ചെയ്യാൻ 1000 താഴെ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് വേണ്ടത്. അതിന് 6,000 മുതൽ 8,000 വരെയൊക്കെയാണ് ചിലവ് വരിക. അത് നമ്മളെ ഇലക്ട്രിസിറ്റിൻ്റെ സ്ലാബിനനുസരിച്ച്. ഇപ്പോൾ നിങ്ങൾക്ക് യൂണിറ്റിന് 6 രൂപയാണ് വരുന്നെങ്കിൽ 6,000 മാക്സിമം വരുന്നുണ്ടാവും, അല്ലെങ്കിൽ 8 രൂപ വരണമെങ്കിൽ 8,000 വരുന്നുണ്ടാവും. നമുക്കൊരു ആവറേജ് ആയിട്ട് ഒരു 7,000 എടുക്കാം. എനിക്ക് ആ കോസ്റ്റ് നിയർലി 0 ആണ്. വീട്ടിൽ സോളാർ ഉള്ളതുകൊണ്ട് സോളാറിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ 31,212 കിലോമീറ്റർ ഒരു പെട്രോൾ സ്കൂട്ടറിൽ കവർ ചെയ്യാൻ ഒരു 50 കിലോമീറ്റർ മൈലേജുള്ള സ്കൂട്ടറാണെങ്കിൽ ഒരു 624 ലിറ്റർ ഓഫ് പെട്രോൾ വേണം. അത് ഇനി ഒരു 40 കിലോമീറ്ററുള്ള പെർഫോമൻസ് സ്കൂട്ടറൊക്കെ ആണെങ്കിൽ 750 ലിറ്റർ ഓഫ് പെട്രോൾ വേണം. സോ ഞാൻ ആ കണക്കുകൾ വെച്ചിട്ട് ഡിഫറെൻറ്റ് മൈലേജുള്ള സ്കൂട്ടറിന് എത്രയാണ് 31,000 കിലോമീറ്റർ ഓടാനുള്ള കോസ്റ്റ് വരാൻ നോക്കി. ഇലക്ട്രിക് സ്കൂട്ടറിന് 7,000 രൂപേൻ്റെ ഇലക്ട്രിസിറ്റിയാണ് വേണ്ടത്. ഒരു പെട്രോൾ സ്കൂട്ടർ 40 കിലോമീറ്റർ മൈലേജുള്ള പെട്രോൾ സ്കൂട്ടറിന് ഒരു 82,000 അടുത്ത് രൂപേൻ്റെ പെട്രോൾ വേണം. 50 കിലോമീറ്റർ മൈലേജ് ഉണ്ടെങ്കിൽ 65,000 ആൻഡ് 60 കിലോമീറ്റർ മൈലേജിലാണെങ്കിൽ 54,000. പിന്നെ സർവീസിൻ്റെ കോസ്റ്റ്, ബ്രേക്കിൻ്റെ കോസ്റ്റ്, ടയറിൻ്റെ കോസ്റ്റ്, ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ എൻ്റെ കയ്യിലുള്ള ഏതൊരു 450 ജെൻത്രിക്ക് എത്ര കോസ്റ്റ് വന്നെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. ഞാനിപ്പോൾ കണക്കൂട്ടാൻ എളുപ്പത്തിനായിട്ട് എല്ലാത്തിനും സെയിം പ്രൈസ് ഇട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചോ മാറ്റങ്ങളോ അറിയുന്നുണ്ടെങ്കിൽ മാറ്റുക. അപ്പോൾ കോസ്റ്റ് ഡിഫറൻസ് വരുന്നത് എന്താ പറയുക, 40 കിലോമീറ്റർ മൈലേജുള്ള ഒരു
സ്കൂട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 70,000 മുകളിൽ വരുന്നുണ്ട്. 50 കിലോമീറ്ററുള്ള മൈലേജിലാകുമ്പോൾ ഏകദേശം ഒരു 50,000 അടുത്ത് സേവിങ്സ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ആൻഡ് ഏതറിൻ്റെ ആപ്പ് പ്രകാരം ഏകദേശം 73,000 അങ്ങനെയൊക്കെയാണ് സേവിങ്സ് എന്ന് ഒരു കാണിക്കുന്നത്. പെട്രോൾ സ്കൂട്ടറിൽ ചിലപ്പോൾ ഓയിൽ ചേഞ്ച് അങ്ങനെ വേറെ ചില കോസ്റ്റുകളും വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് സർവീസ് കോസ്റ്റ് ചിലപ്പോൾ ഇത്ര വരുന്നുണ്ടാവില്ല, ചിലപ്പോൾ ബ്രേക്കിൻ്റെ കോസ്റ്റ് ഇത്ര വരുന്നുണ്ടാവില്ല. പിന്നെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു സുഖം എന്താ വെച്ചാൽ, എസ്പെഷ്യലി നമ്മൾ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക പെട്രോളിന് നമ്മൾ ആരോടെങ്കിലും 100 രൂപ 200 രൂപ ചോദിച്ചിട്ട് വേണമെന്നുള്ള ആ സമയത്തൊക്കെ ഇലക്ട്രിക് ആകുമ്പോൾ നമുക്ക് ആ ചടപ്പില്ല. മീൻസ് ഈവൻ ദോ കറണ്ട് ബില്ല് അടക്കുന്നത് ഇപ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് ഓരോ പ്രാവശ്യവും പെട്രോളിന് 100 200 അങ്ങനെ ചോദിക്കണോ അല്ലെങ്കിൽ ആ പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. അതൊരു വളരെ പോസിറ്റീവ് കാര്യം. ഇലക്ട്രിക് വെഹിക്കിൾ ട്രൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഇലക്ട്രിക് സ്കൂട്ടർ. 2 കാരണമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രിക് സ്കൂട്ടേഴ്സും ഭയങ്കര മെച്ചുവേർഡ് പ്രോഡക്റ്റാണ്. ഇപ്പോൾ ഏതറാണെങ്കിലും ബാക്കിയുള്ള കമ്പനീസ് ആണെങ്കിലും ഒരുപാട് വെഹിക്കിൾസ് ആൾറെഡി റോഡിലുണ്ട്. ഇതിനെ ഫാർ ആൻഡ് കഴിഞ്ഞാണ്. അതുപോലെ ഇതൊക്കെ ഗ്രൗണ്ട് അപ്പ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഇപ്പോൾ ഏതറും വേറെ ഒരുപാട് കമ്പനീസും ഇപ്പോൾ ടാറ്റ നെക്സോൺ അങ്ങനത്തെ കാറിൻ്റെ സീൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പെട്രോളിനെ പിടിച്ച് കൺവേർട്ട് ചെയ്തൊക്കെയാണ്. പക്ഷേ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ ഇലക്ട്രിക്കായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് പ്രോഡക്ട്സ് തന്നെയാണ് ഉള്ളത്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ സ്കൂട്ടറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോങ് ട്രിപ്പ് പോകാലോ അല്ലെങ്കിൽ ഒരുപാട് ദൂരം പോകാനുണ്ടാവില്ല. അപ്പോൾ റേഞ്ചിൻ്റെ കാര്യങ്ങളോ സ്കൂട്ടറിൻ്റെ മെയിൻ പർപ്പസ് 50 കിലോമീറ്ററിനുള്ളിലേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇപ്പോൾ മാർക്കറ്റിലുള്ള ആൾമോസ്റ്റ് എല്ലാ സ്കൂട്ടറിനും അത് കവർ ചെയ്യാൻ കഴിയും. പിന്നെ സ്കൂട്ടറിൻ്റെ കാര്യത്തിലൊരു മെച്ചം വെച്ചാൽ പ്രത്യേകിച്ച് വികാരങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക ഫണ്ണോ നഷ്ടപ്പെടാനില്ല. ഇപ്പോൾ ആക്റ്റീവേ അല്ലെങ്കിൽ വേറെ പെർഫോമൻസ് സ്കൂട്ടറൊക്കെ ഇന്ന് എടുക്കുന്നതിന് പകരം ഇലക്ട്രിക് എടുത്താലും മോസ്റ്റ് ലൈക്ലി അയാൾക്ക് അതിനേക്കാളും നല്ല ഫണ്ണായിട്ടുള്ള എക്സ്പീരിയൻസ് ആവും ഇലക്ട്രിക്കിൽ ഉണ്ടാവുക. നേരെ മറിച്ച് ഒരു ബുള്ളറ്റ് എടുക്കാൻ താല്പര്യം ആൾ പോയിട്ട് ഇലക്ട്രിക് എടുത്താൽ ആൾക്ക് ആ ബുള്ളറ്റിൻ്റെ ഫണ്ണ് ഇലക്ട്രിക് വെഹിക്കിളിൽ കിട്ടണം നിർബന്ധമില്ല. സോ ഇതുകൊണ്ടൊക്കെ തന്നെ സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ ഞാൻ ഇലക്ട്രിക് ആൾവേസ് സജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ പോകുകയാണെങ്കിൽ ഏതർ വാങ്ങുമെന്ന് ചോദിച്ചാൽ മോസ്റ്റ് ലൈക്ലി ഏതർ വാങ്ങാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഞാൻ നോക്കുന്നത് വേറെ മോഡലായിരിക്കും അൾട്രാ വയലറ്റിൻ്റെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ടെസ്റാക്ട് എന്നുള്ള മോഡൽ. ആൻഡ് റിവറിൻ്റെയും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. TVS iQube അല്ലെങ്കിൽ ചേതക്കോ ഞാൻ വാങ്ങാൻ ചാൻസ് ഇല്ല. നല്ല പ്രോഡക്റ്റ്സ് അല്ലാത്തതുകൊണ്ടല്ല, അത് എനിക്കത്ര അപ്പീലിംഗ് അല്ല. മീൻസ് ഇപ്പോൾ ഒരു ആക്റ്റീവ ബയറിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും. പിന്നെ എന്താ പറയുക അതിലെ ബാറ്ററിങ്ങിൻ്റെ പാക്കിങ്ങും ഒക്കെ ഇപ്പോൾ ഇതിലൊക്കെ വരുന്നത് സ്ട്രക്ചറൽ ബാറ്ററി പാക്കിങ്ങും എന്താ പറയുക പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫ്ലോർ ബോർഡിൻ്റെ താഴെയായിട്ടുള്ള ബാറ്ററി പാക്കിങ്ങും മീൻസ് ഇത് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ചേതക്കിലൊക്കെ എന്താ പറയുക ബാറ്ററിയൊക്കെ ബാക്കിലാണ് വെച്ചത്. മീൻസ് ഒരു പ്രീവിയസ് ജനറേഷൻ വെഹിക്കിളാണ്. മീൻസ് അടുത്ത ജനറേഷൻ TVSൻ്റെ വെഹിക്കിൾസിലോ അല്ലെങ്കിൽ ചേതക്കിലൊക്കെ നമുക്ക് ഇതൊക്കെ മാറിയതായിട്ട് കാണാൻ പറ്റും. സ്ട്രക്ചറൽ ബാറ്ററിക്ക് മാറിയിട്ടുണ്ടാവും, ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഓലയിൽ ബാറ്ററി ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്, ടെക്നോളജിക്കലൊക്കെ അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ ഓലിൻ്റെ റിലയബിലിറ്റി പ്രശ്നമാണ്, അതുകൊണ്ട് ഓലയും വാങ്ങാൻ ചാൻസ് ഇല്ല. സോ ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഏതർ അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ആൻഡ് റിവറിൻ്റിനെ കുറിച്ച് എനിക്കറിയില്ല, ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. യാ ദാറ്റ്സ് ഇറ്റ്. സി യു.